യശംശിയായി സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ പരിശീലിക്കുന്ന മാസമാണല്ലോ ഒക്ടോബർ മാസം. ജപമാല മാസത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒക്കെ നമ്മൾ ശീലമാക്കി വച്ചിരിക്കുന്ന കുടുംബ പ്രാർത്ഥനകൾ ചില കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നിന്നു പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ എത്ര മാത്രം ഭക്തിയഭ്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം ശീലിച്ചതാണേലും ഒരിടക്കാലം കൊണ്ട് നമ്മളതിനെ വേണ്ടെന്ന് വെക്കുകയോ ഉപേക്ഷിക്കുകയോ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നീട് നമ്മൾ മാറ്റിവെച്ചതും ഉപേക്ഷിച്ചതുമായ ഈ പ്രാർത്ഥനകളും ശീലങ്ങളുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പുനഃസ്ഥാപിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്തി അഭ്യാസങ്ങൾ, പ്രത്യേകിച്ച് ജപമാല ചെല്ലുന്നതും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതും അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും ഞായറാഴ്ച ആചരണത്തിൽ ഒക്കെ പങ്കെടുക്കുന്നതും ഒക്കെ ഒരു കാരണവശാലും നമ്മൾ മാറ്റിവെക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കാലത്ത് ദേവാലയത്തിൽ വരുന്ന ശീലം, ഞായറാഴ്ച വരുന്ന ശീലം നമ്മൾ ഉപേക്ഷിച്ചാൽ പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ഞായറാഴ്ച ആചരണം പോലും ചിലപ്പം പുനഃസ്ഥാപിക്കാൻ സാധിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. ജപമാല പ്രാർത്ഥനയും അനുദിന ബലിയും ഞായറാഴ്ച ആചരണവുമൊക്കെ പുനഃസ്ഥാപിക്കാൻ പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.